ഹലോ ഗൈസ്, അങ്ങനെ ഞാനും മോട്ടും കണ്ടിട്ട് വന്നിട്ട് പോസ്റ്റ് നിൽക്കുമായിരുന്നു. അങ്ങനെ പോസ്റ്റ് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള കൊതി അങ്ങോട്ടേക്ക് കയറി. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എവിടെയാണ് റൈറ്റ് നല്ല ബിരിയാണി കിട്ടുന്നതെന്ന്. അങ്ങനെ അവർ പറഞ്ഞു നേരെ അമ്പൂരിലേക്ക് പോക്കും, അമ്പൂർ സ്റ്റാർ ബിരിയാണിയിലേക്ക് പോക്കും എന്നവർ പറഞ്ഞു. സോ അമ്പൂർ സ്റ്റാർ ബിരിയാണി എവിടെയെന്ന് കണ്ടുപിടിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നമ്മുടെ ചേട്ടൻ വന്ന് ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ബിരിയാണി വേണം, നല്ല ചില്ലി ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ മോട്ട എന്തായാലും ഡയറ്റ് ആയിരുന്നു, അതുകൊണ്ട് അളിയും പറഞ്ഞു എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്ന്. അങ്ങനെ നമ്മൾ പിന്നെ കാത്തിരിപ്പ് തുടങ്ങി. നല്ല ബിരിയാണി ആണ് എന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് ഉള്ളത്. സോ അങ്ങനെ വെയിറ്റ് ചെയ്ത് ആദ്യമേ അവന് ചപ്പാത്തിയും ചില്ലി ചിക്കനുമാണ് വന്നത്. അവനാണ് എനിക്ക് പോലും വെയിറ്റ് ചെയ്യില്ല, അവൻ നേരെ എടുത്ത് അങ്ങ് കഴിക്കാനും തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വാഴയിലയൊക്കെ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വാഴയിലയുടെ സൈഡിൽ ഒരു ബൗളിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബിരിയാണിയും വന്നിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് കണ്ടപ്പോഴേ കൊതിയ. അതിൻ്റെ കൂടെ തന്നെ നല്ല അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നീസും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. സോ കണ്ടപ്പോൾ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ബിരിയാണിക്ക് എടുത്ത് ഞാൻ അങ്ങ് തട്ടിയിട്ടു. അതുപോലെ തന്നെ ചിക്കനൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് വായിലേക്ക് അങ്ങ് എടുത്ത് വെച്ചു. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. വേറെ ഒന്നും പറയാനില്ല ഗൈസ്, അതിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് വായിലേക്ക് ആ റൈസും എടുത്ത് അങ്ങ് വെക്കുമ്പോഴത്തേക്കും വായടകത്ത് തൃശ്ശൂർ പൂരം കേസ് നടക്കുന്നത്. ഫ്ലേവേഴ്സിന് തൃശ്ശൂർ പൂരം. സോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ.